ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാനയിൽ അപ്പമായി തീരുന്ന യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ കുർബാന മുഴുവൻ അപ്പത്തിൻ്റെ ഒരു സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം തിന്നാൻ വേണ്ടി ഈശോയുടെ പുറകെ ഒരുപാട് പേര് കൂടെ കൂടി. അതുകൊണ്ടാണ് ഈശോ എത്തുന്നതിന് മുന്നേ മറുകര ചാടി അവർ ഒരു ജനാവലിയൊക്കെ ഈശോയുടെ മുന്നേ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇത് അപ്പം തിന്ന് വയറ് നിറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരുന്നതെന്ന്. ശരി, ഇന്ന് അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തം വയറിന് വേണ്ടി അധ്വാനിക്കാനല്ല ഈശോ പറഞ്ഞേക്കണേ. അധ്വാനം ആരാധനയായി മാറ്റണം, അനശ്വര അപ്പത്തിലേക്ക് ആക്കണം, അപരന് വേണ്ടി കൂടി ഞാൻ അപ്പമായി മാറണം. ഇതാണ് വിശുദ്ധ കുർബാന പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27 വചനം പറയുക, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേ. നമ്മളിൽ എത്ര പേരുണ്ട് അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നത്? ശരീരത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ച് മരിക്കുന്നവരുണ്ടെന്ന് ചിലപ്പോഴൊക്കെ. അപരനെപ്പോലും ചിന്തിക്കാതെ സ്വന്തം വയറിന് വേണ്ടി മാത്രം. അതുകൊണ്ടല്ലേ വേറൊരാൾ വിശന്നിട്ട് അമ്മ വല്ലതും തരണേ എന്ന് ചോദിക്കുമ്പോൾ അവർ യാതൊരു മൈൻഡ് പോലും ചെയ്യാറില്ല. അവർ വിശന്നിട്ടാണോ അല്ലാതെയാണോ? കാരണം സ്വന്തം വയറിൻ്റെ കാര്യമാണ് ഏറ്റവും താല്പര്യം, അതുകൊണ്ട് വേഗം പോകുന്നു. സ്വന്തം വയറിൻ്റെ പ്രശ്നമാണ് വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. അവരൻ്റെ വയറിൻ്റെ വിശപ്പോ അവരൻ്റെ അവനപ്പമായി മാറുമ്പോൾ ഞാൻ ഈശോയുടെ ഒരു ഭാഗമായി മാറുക, വിശുദ്ധ കുർബാനയുടെ ഭാഗമായി മാറുക. കാരണം കുർബാനയിൽ ഈശോ അപ്പമായി മാറുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഭക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ എൻ്റെ സഹോദരൻ്റെ മുമ്പിൽ, വിശപ്പിൻ്റെ വയറിൻ്റെ മുമ്പിൽ ഒരു പൊതി ചോറോ ഒരു ചായയോ വല്ലതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആയി മാറുമ്പോൾ, ആ വിശപ്പടക്കി ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാനയുടെ ശൈലിയിലേക്കാണ് വരുന്നത്, ഒരാധ്യാത്മികതയിലേക്കാണ് വരുന്നത്. അപ്പോൾ അപരൻ്റെ വിശപ്പ് കൂടി ഞാൻ അടക്കുമ്പോൾ മാത്രമേ എൻ്റെ വിശുദ്ധ കുർബാന പൂർണ്ണമാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ വിശുദ്ധ കുർബാന പൂർണ്ണമാകില്ല. അപ്പോൾ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിച്ചത് ഈശോ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്ന് ലോകത്തിൽ അനശ്വരമായ അപ്പം എങ്ങനെ നേടണം, അനശ്വരമായ അപ്പത്തിലേക്ക് എങ്ങനെ എത്തണം, അതാണ് ഈശോ പഠിപ്പിച്ചത് മുഴുവൻ, കാണിച്ചു തന്നത് മുഴുവൻ, ജീവിതം മുഴുവൻ. അവിടെ അപ്പത്തിലേക്ക് നയിക്കുമായിരുന്നു ഈശോ, അനശ്വര അപ്പത്തിലേക്കാണ്, ആത്മീയ അപ്പത്തിലേക്ക്, വിശുദ്ധ കുർബാനയുടെ ശൈലിയിലേക്ക്. വിശപ്പടക്കുന്ന അപ്പം, രോഗം മാറ്റുന്ന അപ്പം, കഷ്ടനഷ്ടങ്ങൾ മാറ്റുന്ന അപ്പം. ഇതാ വിശുദ്ധ കുർബാനയുടെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തിടയ്ക്ക് വേളാങ്കണ്ണിയിൽ എൻ്റെ കൂടെ ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരൻ പങ്കുവച്ച സ്വന്തം ഭാര്യയ്ക്ക് ബ്ലഡ് ക്യാൻസർ വന്ന് സീരിയസ് ആയി, ഡോക്ടർമാരൊക്കെ കൈവിട്ട് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് ആയിരുന്ന ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഏതായാലും രക്ഷയില്ല. ആശുപത്രിയിലേക്ക് പോകാൻ ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ വിട്ട അതേ വണ്ടി ഡിവൈനിലോട്ട് കയറ്റി. എല്ലാവരും കുറ്റം പറഞ്ഞു, ബോധമില്ലാത്ത മനുഷ്യൻ, വിവരമില്ലാത്ത മനുഷ്യൻ, എന്നെ കൊല്ലാൻ കൊണ്ടിട്ടിരിക്കുവാണ് ഭാര്യനെ, അങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ് വിഷമിപ്പിച്ചെങ്കിലും വൈദ്യരും മരുന്നൊക്കെ കൈവിട്ട കേസായതുകൊണ്ട് ഭർത്താവ് നല്ല ധൈര്യത്തോടു കൂടി തന്നെ ഡിവൈനിൽ കിടത്തി 1-2 ധ്യാനം 2 പേരും കൂടി. അവസാനം അവിടെ നിന്ന് ആൾ ഈ സീരിയസ് ആയ അവസ്ഥയിൽ നിന്ന് മാറി കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കാനും കുറച്ചൊക്കെ സ്വന്തം കാര്യങ്ങൾ പതുക്കെ ചെയ്യാനും പാകമായിപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുവന്നു. വീണ്ടും വചനവും ധ്യാനവും കൊടുത്ത മരുന്നും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. ഇന്ന് ആൾ എല്ലാ ജോലിയും ചെയ്ത് സുഖമായി ജീവിക്കുന്നു. അവിടെ കുടുംബത്തിൽ ആരോഗ്യമുള്ള വ്യക്തിയായി ജീവിക്കുന്നു.
8-10 വർഷമായിട്ട് ഒരു മരുന്നും കഴിക്കുന്നില്ലെന്ന് മാത്രമല്ല എല്ലാ ജോലിയും ചെയ്ത് ജീവിക്കുന്നു. അതിന് സാക്ഷിയായിട്ട് നന്ദി പറയാനും കൂടിയാണ് ഞാൻ വേളാങ്കണ്ണി ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ കൂട്ടത്തിൽ വന്ന് ധ്യാനം കൂടി അമ്മയുടെ അടുത്തും നന്ദി പറഞ്ഞ് തിരിച്ചു വന്നത്. അപ്പോൾ അനശ്വരമായ അപ്പത്തിന് ഒരുപാട് ആഴങ്ങളുണ്ട്, ഒരുപാട് ശക്തിയുണ്ട്. നശ്വരമായ അപ്പം കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വിശപ്പടങ്ങുന്നു, നമുക്ക് എനർജി കിട്ടുന്നു, നമ്മുടെ അനുദിന കൃത്യങ്ങളൊക്കെ നമ്മൾ സാധാഗതിയിൽ ചെയ്തു പോകുന്നു ശക്തിയോടെ. പക്ഷെ അനശ്വര അപ്പത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് നിത്യതയോളം നിത്യജീവനിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ മടിയിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അനുദിന ജീവിതത്തിൽ അധ്വാനിക്കുമ്പോഴാണ് ഞാൻ വിശുദ്ധ കുർബാനയുടെ ഉൾച്ചേരുക, വിശുദ്ധ കുർബാനയുടെ ഭാഗമായി മാറുക യേശുവിനോടൊപ്പം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം നമുക്ക് കേൾക്കാം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. എന്നും ജീവിക്കാനുള്ള, നിത്യതയിൽ വരെ എത്താനുള്ള അനശ്വരതയുടെ അപ്പമാണ് വിശുദ്ധ കുർബാന. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. 6-ാം അധ്യായം 50-ാം തിരുവചനം പറയാം, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല, ഗ്യാരണ്ടി തരുക, നിത്യതയിൽ എത്താമെന്ന് ഉറപ്പ് തരുക. മരിക്കാതിരിക്കാനുള്ള മരുന്ന വിശുദ്ധ കുർബാന, മാറാരോഗത്തിൻ്റെ മരുന്ന് വിശുദ്ധ കുർബാന, മരണമില്ലായ്മയുടെ മരുന്നാണ് വിശുദ്ധ കുർബാന. അവിടെ ദൈവത്തിൻ്റെ അപ്പം ലോകത്തിലേക്ക് വന്നത്, ജീവൻ ഈ അനശ്വര അപ്പമായി മാറിയത്, ജീവനും ജീവൻ്റെ സമൃദ്ധി നമ്മിലേക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിലും നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലും എത്തിച്ചു തരാൻ. വീണ്ടും 35-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, ഞാനാണ് ജീവൻ്റെ അപ്പം. ആർക്കാണ് ഇത്ര ആധികാരികമായിട്ട് പറയാൻ കഴിയുക ഈ ലോകത്തിൽ? ആർക്കും പറ്റില്ല. ആരും പറഞ്ഞിട്ടില്ല, ആരും ഇനി പറയുകയില്ല. കാരണം ജീവൻ്റെ അപ്പം യേശു മാത്രമാണെന്ന് ഈശോ തന്നെ പഠിപ്പിക്കണേ. ഈശോയുടെ പഠനങ്ങൾക്ക് ആധികാരികതയുണ്ട്. കാരണം പിതാവിൽ നിന്ന് വന്നതാ, പിതാവ് പഠിപ്പിച്ചതാ, പിതാവ് പറഞ്ഞു കൊടുത്തതാ. വേറെ ആർക്കും അങ്ങനെ ആധികാരികത ഉണ്ടാകില്ല, ഉണ്ടാകാനും പാടില്ല. കാരണം പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന പുത്രന് മാത്രമേ അത്ര ആധികാരികതയുള്ളൂ. ലോകത്തിൽ നിന്ന് ജനിച്ചവർക്കോ ലോകത്തിൻ്റെ ചിന്താഗതിയിലൂടെ പോണവർക്കോ അത് സാധിക്കില്ല. വിശുദ്ധ തോമസ് അക്വീനോസ് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം ചെയ്ത അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലുതും അത്ഭുതങ്ങളുടെ സമാഹാരവുമാണ് വിശുദ്ധ കുർബാന. ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത്? നമ്മളിപ്പോൾ സാധാരണ അത്ഭുതങ്ങൾ കേൾക്കുന്നത്, കാണുന്നത് ധ്യാന കേന്ദ്രങ്ങളിൽ. നേരത്തെയൊക്കെ ഡിവൈനി ധ്യാനിച്ചു വന്ന ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നു. ശരിയാ, ദൈവം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം അവിടെ വചനം ദൈവമാണ്, വചനം വിതയ്ക്കപ്പെടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ആ കോമ്പൗണ്ടിൽ തന്നെ ഒത്തിരിയേറെ നിത്യാരാധന, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച ആരാധനയുണ്ട്. രാപകലില്ലാതെ, രാത്രിയും പകലും ഇല്ലാതെ ആരാധന, ദൈവത്തെ സ്തുതിക്കപ്പെടുക, ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രകടമാവുക. അപ്പോൾ അവിടെ ചെല്ലുന്ന വ്യക്തികൾക്ക് ശരിയാണ് സൗഖ്യം നടക്കും, സമാധാനം ഉണ്ടാവും, ദൈവം പ്രവർത്തിക്കുന്ന സ്ഥലം. ഒത്തിരി എണ്ണമില്ലാത്ത വിശുദ്ധ കുർബാനകൾ നടക്കുന്നുണ്ട് അവിടെയൊക്കെ, ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും. പോലെ ആട്ടപ്പാടിയിൽ, അണക്കര, അങ്ങനെ വലിയ വലിയ ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം സൗഖ്യവും രക്ഷയൊക്കെ നടക്കുന്നതിൻ്റെ അടയാളം അവിടുത്തെ വ്യക്തികളുടെ മഹിമയല്ല, സ്ഥലത്തിൻ്റെ ഗുണമല്ല, അവിടെ പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ ശക്തി. കാരണം പിതാവിൽ നിന്ന് വന്നതുകൊണ്ട് പിതാവിൻ്റെ അതേ ശക്തി ഇന്ന് യേശു എവിടെയുണ്ടോ, വിശുദ്ധ കുർബാന എവിടെയുണ്ടോ, വിശുദ്ധ കുർബാനയുടെ ആരാധന എവിടെയുണ്ടോ, അവിടെ എല്ലാം അതേ ശക്തി പുറപ്പെടുക. അതുകൊണ്ടാണ് വിശുദ്ധ ഇങ്ങനെ പറയാം, അത്ഭുതങ്ങളുടെ സമാഹാര. ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് ഒരു സ്ഥലത്തുമല്ല, വിശുദ്ധ കുർബാനയിലാണ്. വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയുടെ മുമ്പേ നിന്നിട്ട് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്ന വ്യക്തിക്ക് വേറെ ഒരിടത്തും പോയില്ലെങ്കിലും ഈശോ പ്രവർത്തിക്കും. എനിക്ക് എൻ്റെ മഠത്തിൽ വന്നിട്ട് ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു ചെറിയ അനുഭവം, പക്ഷെ എന്നെ സംബന്ധിച്ച വലിയ അനുഭവമാണ്. ഞങ്ങൾ മഠത്തിൽ വരുന്ന കാലത്ത് പരിശീലന കാലം, ആരംഭ കാലഘട്ടത്തിൽ, ആദ്യ വർഷത്തിൽ ഇങ്ങനെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങളാണ്.
പ്രത്യേകിച്ച് നോഷിറ്റ് കാലഘട്ടത്തിൽ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പാട്ട് പാടണം, കുർബാനയ്ക്ക് കൂടണം, പ്രാർത്ഥനകൾ ചെല്ലണം. അപ്പോൾ എന്നും എനിക്ക് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ടോൺസിലൈറ്റീസാണ്. തൊണ്ടയെല്ലാം അങ്ങനെ പഴുത്തിട്ട് മിണ്ടാൻ പറ്റില്ല, ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. അപ്പോൾ കുർബാനയ്ക്ക് കൂടേണ്ട ദിവസങ്ങൾ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. ടേണനുസരിച്ച് പാട്ട് പാടേണ്ടി വരും വിശുദ്ധ കുർബാനയ്ക്ക്. അത് പാടാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും മറ്റൊരാളെ ഏൽപ്പിച്ച് ഇങ്ങനെ. ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല, കാരണം ടോൺസിലൈറ്റീസ് എല്ലാവർക്കും ഉള്ളതാണ്, സാധാ ഒരു കാര്യമാണ്. പക്ഷേ രാവിലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അത് പഴുത്ത് വരുമ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖം. ഞാൻ ഒരിക്കലും അസുഖം മാറാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എങ്കിലും ഈശോ ഒരത്ഭുതം ചെയ്തത്, ഞാനൊരു ദിവസം വിശുദ്ധ കുർബാന സ്വീകരിച്ച് വന്ന് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊണ്ടയുടെ വേദന, ആ ബുദ്ധിമുട്ട് എനിക്ക് ഇല്ലാതെ തോന്നി. അന്ന് തുടങ്ങി ഇന്ന് വരെ ടോൺസിലൈറ്റീസ് എന്ന് പറയുന്ന ഒരസുഖം എനിക്കുണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവും, ഇതിലും വലിയ കാര്യങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. ദൈവമേ, അന്ന് 81 സംഭവിച്ച കാര്യമാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും ടോൺസിലൈറ്റീസ് എന്ന് പറഞ്ഞ് ഞാൻ രാത്രി 12 മണിക്ക് വരെ കുളിച്ചിട്ടുണ്ട്. തണുത്ത സാധാ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ. ആ തണുപ്പുള്ള സ്ഥലത്തൊക്കെ വചനം പറയാൻ ചെല്ലുമ്പോൾ, ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇടവ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് രാത്രികളിലായിരിക്കും കുളിക്കുന്നത്. അപ്പോഴും ഇതുവരെ എനിക്ക് തൊണ്ടവേദനയോ തൊണ്ടയ്ക്ക് പഴുപ്പോ ഉണ്ടായിട്ടില്ല. അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയ സമാഹാരം എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും ഒരാൾക്ക് പറ്റില്ല, എല്ലാ കാര്യത്തിലും എല്ലാവർക്കും, എല്ലാ ദേശത്തും എല്ലാ സ്ഥലത്തും അത്ഭുതങ്ങൾക്ക് നിദാനം ഇന്ന് യേശുക്രിസ്തുവാണ്, ജീവിക്കുന്ന ദൈവം. വിശുദ്ധ കാതരീൻ പറയുന്നുണ്ട്, വൈദികൻ്റെ കൈകൾ മാലാഖമാർ പിടിച്ചിരിക്കുന്നു. കാരണം ഈശോയെ എടുത്ത് ഉയർത്തുന്ന കൈ മനുഷ്യനായ വൈദികൻ്റെ കൈയാണെങ്കിൽ പോലും അത് താങ്ങി നിർത്തിയിരിക്കുന്നത് സ്വർഗത്തിലെ മാലാഖമാരാ. അത്രയും മഹത്വമുള്ളതാണ് വൈദികൻ്റെ കൈകൾ, കരങ്ങൾ. 98 ഈശോ എന്നെ ഇത് പഠിപ്പിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വവും പരിശുദ്ധ മാലാഖമാരും വിശുദ്ധരുമൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പാട്ടുണ്ട്, സ്വർഗം പൂവിലിറങ്ങിയിടും ഈ യാഗപീഠത്തിൽ. ഞാൻ കേട്ടിട്ടുണ്ട്, അതേക്കുറിച്ച് ചിലപ്പോഴൊക്കെ വല്ലതും ചിന്തിച്ചിട്ടുണ്ട്, അതെങ്കിലും ആഴമായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇത് സത്യമാണെന്ന് ഈശോ കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ ആ കാലയളവിൽ ഈശോ വിശുദ്ധ കുർബാനയുടെ നേരത്തും വിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കുമാണ് ചില വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ കാണിച്ചു തന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ഒരു സമയത്ത് കാഴ്ചവെപ്പ് എപ്പോഴാണെന്ന് എനിക്ക് കൃത്യം പറയാൻ പറ്റില്ല. കാരണം ആ നാളുകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഇങ്ങനെ ആഴപ്പെട്ട് ഞാൻ നല്ല ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് എനിക്ക് ഈ ഇവിടെ എന്താ നടക്കുന്നത് അങ്ങനെയുള്ള ഒരു ഓർമ്മ അങ്ങ് ഇല്ലാതാവും. പിന്നെ അതിൻ്റെ ആഴത്തിലേക്ക് ഈശോ എന്താണ് ചെയ്യുന്നത് അതാണ് ഞാൻ കാണുന്നത്, കേൾക്കുന്നത്. അപ്പോൾ മനുഷ്യരെന്ത് ചെയ്യുന്നു അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. അപ്പം ഞാനിങ്ങനെ കാണാം, മധുപക നിറയെ മാലാഖമാർ, ചുറ്റിലും മാലാഖമാർ, വിശുദ്ധർ, സ്വർഗീയ ഗണങ്ങൾ, അതിൻ്റെ നടുവിലായിട്ട് അൾത്താരയുടെ അവിടെ പരിശുദ്ധ ത്രിത്വം, വിശുദ്ധരിങ്ങനെ ഇറങ്ങി വരുന്ന വിശുദ്ധ കുർബാനയുടെ തുടക്കം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ സമയം വന്നപ്പോഴാണ്. വിശുദ്ധരെല്ലാം അങ്ങനെ ഇറങ്ങി വരുന്നു. വിശുദ്ധ കുർബാന അൾത്താരയിൽ നടക്കുന്നെങ്കിലും ആ പ്രദേശം മൊത്തം വിശുദ്ധരെ കൊണ്ട് മാലാഖമാരെ കൊണ്ട് ഏതോനും ഏക്കറുകൾ നിറഞ്ഞിരിക്കുക. കാരണം സ്വർഗത്തിലെ മുഴുവൻ പേരും ഭൂമിയിലേക്ക് വന്നതാണ്. അന്നാണ് മനസ്സിലാകുന്നത്, ദൈവമേ, സ്വർഗം ഭൂവിൽ ഇറങ്ങിയിടും ഈ യാഗപീഠത്തിൽ നിന്നുള്ള പാട്ടിൻ്റെ ആഴം. അതുപോലെ തന്നെ അപ്പമായി മാറുന്ന യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം, ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നത്, ഈ സൃഷ്ടപ്രപഞ്ചത്തിന് ജീവൻ നൽകുന്നത്, സർവ്വചരാചരങ്ങൾക്ക് ജീവൻ നൽകുന്നത്, പക്ഷിമൃഗാദികൾക്ക് ജീവൻ നൽകുന്നത്, ഇഴജന്തുക്കൾക്ക് ജീവൻ നൽകുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല.
പക്ഷേ അപ്പത്തിൽ നിന്ന് അടർന്നു വീണ ജീവനാണെന്ന് ഈശോ ഒരു കുർബാനയിൽ ഇങ്ങനെ കാണിച്ചു തരുക. കാഴ്ചവെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ മധുബഹം നിറയെ വലിയ തിരുവോസ്തികളിങ്ങനെ ഒന്നൊന്നായി നിൽക്കുന്നു, നിറയെ നിൽക്കുക. എന്നിട്ട് അതിൽ നിന്ന് പ്രാർത്ഥനകൾ കഴിഞ്ഞു പോകുമ്പോൾ ആ തിരുവോസ്തിയുടെ രൂപഭാവങ്ങൾ റൗണ്ട് മാറിയിട്ട് അത് ജീവനുള്ളതായി മാറി ഓരോ ജീവികളായിട്ട് പുറത്തു പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വചനം ഇങ്ങനെ പറഞ്ഞിരുന്നത്, ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഈ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നത് അത്ര. ഇത് നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ധ്യാനിക്കണം. ധ്യാനപൂർവ്വം ഈ വചനത്തെ എടുത്ത് വെച്ച് ഒരു ദിവസം ധ്യാനിച്ചിട്ട് പോയി വിശുദ്ധ കുർബാനയെ സംബന്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഈ സൃഷ്ടപ്രപഞ്ചത്തെ കാണുമ്പോൾ, ഈ ജീവജാലങ്ങളെ, സസ്യലതാദികളെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക എന്തോ ഒരു കാഴ്ചപ്പാട് മാറും. കാരണം ഓരോ ചെടികളും ഓരോ വൃക്ഷങ്ങളും ഓരോ ഇലകളും ഒന്ന് എടുത്ത് നോക്കി ഒന്നൊന്നിനോട് സാമ്യപ്പെടുത്താൻ പറ്റുമോ? ഓരോ പൂക്കളെടുത്ത് നോക്കി, ഒരു തോട്ടത്തിലെ ഓരോ പൂക്കൾ, ചെറുത് വലുത്, ഭംഗിയുള്ളത് ഭംഗി കുറഞ്ഞത്, നിറം കൂടിയത് നിറം കുറഞ്ഞത്, ആരാ ഇതിനൊക്കെ ഭംഗി കൊടുക്കുന്നത്? ആരാ ഇതിനൊക്കെ നിറം കൊടുക്കുന്നത്? ആരാ ഇതിനൊക്കെ വലിപ്പം നിശ്ചയിക്കുന്നത്? കാട്ടിൽ, അതുപോലെ വനത്തിൽ നമ്മൾ മലയോരങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ മലയോര സൈഡ് ബസ്സിലിരുന്നിട്ട് ആ കാട്ടിൽ അല്ലെങ്കിൽ മലയുടെ മുകളിലൊക്കെ എത്ര നല്ല പുഷ്പങ്ങളാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. ആരും വെള്ളം കൊടുക്കാനില്ല, ആരും എത്തിപ്പെടാത്ത മലയ്ക്ക് മുകളിൽ ആരും അതിന് തണൽ കൊടുക്കാനില്ല. പക്ഷെ അവർ ഭയങ്കര മനോഹരമായിട്ട് അവരുടെ ജീവൻ്റെ അംശം മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രതിഫലിപ്പിക്കുക, ഭംഗിയായിട്ട്, സുഗന്ധമായിട്ട്. വിവിധ തരത്തിലാണ് ജീവൻ്റെ അപ്പം അവർ പ്രകടിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അത് ഭക്ഷിക്കുന്നവരാണ് നമ്മൾ. ഈശോ നമ്മൾ അത് ഭക്ഷിച്ചിട്ട് ഇതുപോലെ തന്നെ ജീവനുള്ളവരായി മാറിയിട്ട് അപരന് ജീവൻ കൊടുക്കാനുള്ള വിളിയ വിശുദ്ധ കുർബാന. അസുഖമായി കിടന്ന പത്രോസ്ലിഹായുടെ വീട്ടിലോട്ട് ഈശോ ചെല്ലുന്നുണ്ട്. ഈശോ ഒരു ശാസനാരൂപത്തെ വിളിച്ചിട്ട് സുഖം കൊടുക്കുന്നു. കുഷ്ഠരോഗിയെ കണ്ടെത്തുന്നു. ഈശോ ഒന്ന് തൊട്ട് വളരെ ചെറിയൊരു സ്പർശനം, സുഖം കൊടുക്കുന്നു. തളർവാദ രോഗിയെ കൊണ്ടുവന്നു, ഒരു സുഖം കൊടുക്കുന്നു. എല്ലായിടത്തും ഈ ശക്തി പ്രകടമാക്കുക ജീവൻ്റെ. ഈ അപ്പത്തിൽ നിന്ന് അടർന്നു വീഴുന്ന ജീവൻ സൃഷ്ടപ്രപഞ്ചത്തിൽ മാത്രമല്ല, ജീവജാലങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യർക്കും കൊടുക്കുന്നു. ഈ ജീവനുള്ള ആകാനുള്ള വിളിയാണ് നമുക്ക്. ഈശോ ജീവനുള്ള ആകാനുള്ള വിളി കണ്ടെത്തുന്നത് യെശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 14-15 വചനം, 53-ാം അധ്യായം മുഴുവനും സഹനദാസനെക്കുറിച്ചാണ്. 52-14 തുടങ്ങി പറയണ, അവൻ്റെ മുഖത്തേക്ക് നോക്കാനാകാത്ത വിധം അത്രയ്ക്കും വിരൂപനായിരുന്നു, ജീവൻ കൊടുക്കാൻ വേണ്ടി വിരൂപമാക്കപ്പെട്ട ജീവിതം. ഞാനും നിങ്ങളും വികൃതമാക്കപ്പെടുന്നുണ്ടോ? വിരൂപമാക്കപ്പെടുന്നുണ്ടോ? അപരന് ആർക്കെങ്കിലുമൊക്കെ ജീവൻ കിട്ടുന്നുണ്ട്. വെറുതെ അല്ല നമ്മുടെ സഹനങ്ങൾ. മുറിയപ്പെടുന്ന, ഇഞ്ചിഞ്ചായി മുറിയപ്പെട്ടാണ് അപ്പമായി മാറിയത്. ഗോതമ്പ് മണി, ഈശോ അത് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഗോതമ്പ് മണി പത്താഴത്തിൽ നല്ല സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടതാണ്. പക്ഷെ അത് വലിച്ചെറിയുന്നൊരു പാടത്തിലേക്ക്, ചെളിക്കുണ്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അത് പൊട്ടിവിടർന്ന്, അതിനൊരു വേദനയുണ്ട് പൊട്ടിവിടരുമ്പോൾ, പൊട്ടിവിടർന്ന് വലുതായി കതിരിട്ട് പാകമായി കഴിയുമ്പോൾ ആരും ആ പാടത്ത് ഭംഗിക്ക് വേണ്ടി നിർത്താറില്ല. പാകമായി എന്നറിയുമ്പോൾ അത് വെട്ടിയെടുക്കുക, അരിഞ്ഞെടുക്കുക, ഇട്ട് കൊണ്ടുവന്ന് ആവിക്കിടുക, അടക്കി വയ്ക്കുക. അതാണ് നമ്മളെടുത്ത് ചവിട്ടി മെതിച്ച് പേറ്റി എടുത്ത് തീയിലിട്ട് പുഴുങ്ങി, ആവിയിൽ പുഴുങ്ങിയെടുത്ത് പിന്നെയും മെഷീനിലിട്ട് കുത്തി എടുത്ത്
നമ്മൾ ചോറാക്കുന്നു, ജീവൻ തരുന്ന അന്നമാക്കുന്നു, അല്ലെങ്കിൽ അപ്പമാക്കുന്നു. അത് ഓസ്തിയാക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് ഇടിച്ച് പൊടിച്ച് അരച്ച് ഒരു മെഷീനിൽ വെച്ച് നമ്മൾ ചുട്ടെടുത്തിട്ട് അത് വീണ്ടും വെട്ടിയെടുക്കുക. എത്ര പ്രക്രിയകളിലൂടെയാണ് പത്താഴത്തിൽ സൂക്ഷിക്കപ്പെട്ട ഗോതമ്പ് മണി ഒരപ്പമാകാൻ കടന്നു പോകുന്നത്. വെട്ടിയെടുക്കുന്ന അപ്പം ഒരിക്കലും ഈശോ അല്ല. വെട്ടിയെടുത്ത അപ്പം അൾത്താരയിലേക്ക് കൊണ്ടുവച്ച് അൾത്താരയിൽ അഭിഷിക്ത വ്യക്തിയെടുത്ത്, വേറെ ആരെങ്കിലും എടുത്ത് ഉയർത്തിയാൽ പോരാ, കർത്താവ് നിയോഗിക്കപ്പെട്ട പൗരോഹിത്യത്തിൻ്റെ മുദ്ര പതിച്ച അഭിഷിക്ത വ്യക്തിയെടുത്ത് ഉന്നതത്തിലേക്ക് ഉയർത്തി അത്യുന്നതൻ്റെ ശക്തി അതിൽ ആവസിക്കുമ്പോൾ മാത്രമേ ജീവനുള്ള അപ്പമായി മാറുന്നുള്ളൂ. അതുവരെ ജീവനില്ലാത്ത അപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ജീവനുള്ളവരായി മാറണമെങ്കിൽ ഓരോ ബലിയിലും എൻ്റെ ഈ ഗോതമ്പ് മണി കടന്നു പോയതുപോലുള്ള സഹനത്തിൻ്റെ വേദനയുടെ ഞെരിപ്പോട് പോലുള്ള അനുഭവത്തിലൂടെ ചതക്കപ്പെട്ട, മുറിക്കപ്പെട്ട, എടുത്തെറിയപ്പെട്ട, മറ്റുള്ളവരാൽ എടുത്തെറിയപ്പെടും. വേണ്ട, ഇവിടെ ഒന്നിനും കൊള്ളില്ല, വേസ്റ്റ്, എറിയപ്പെടും, എറിയപ്പെടണം. ആ എറിയപ്പെട്ടത് പൊട്ടണം. വളരെ വേദനാജനകമാണ്. മുറിക്കും, മറ്റുള്ളവരുടെ വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് മുറിക്കും, നമ്മളെ ഇഞ്ചിഞ്ചായും വിട്ട് മുറിക്കും. അതാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ കാണുന്നത്. ഓരോ അടികളും അവൻ്റെ മാംസം മുറിയപ്പെട്ട് ചിന്തപ്പെട്ട് കഷ്ണം കഷ്ണങ്ങളായി രക്തം ചിന്താത്ത രക്തസാക്ഷിത്വത്തിലൂടെ രാപ്പകൽ, ദിനരാത്രങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ചിലപ്പോൾ നിങ്ങളും ഞാനും കടന്നുകൊണ്ടി വരും. ആ കടന്നു പോക്കൊക്കെ ബലിയാകല, ജീവൻ കൊടുക്കുന്ന അപരനപ്പമാകാനുള്ള വിളി. ആ കടന്നു പോകുന്ന വേദന, ഞെരിപ്പോടനുഭവങ്ങൾ, മുറിക്കപ്പെടുന്ന, ചിന്തപ്പെടുന്ന, വേസ്റ്റാകുന്ന, വലിച്ചെറിയുന്ന അനുഭവങ്ങളൊക്കെ എടുത്ത് അൾത്താരയിലേക്ക് വെക്കണം. അതെടുത്ത് ഉയർത്തി വാഴ്ത്തുന്ന കരങ്ങളുണ്ട്. എൻ്റെയും നിങ്ങളുടെയും വേദനകൾ ഉയർത്തി വാഴ്ത്തി കഴിയുമ്പോൾ ഈ അപ്പത്തിലേക്ക് ആവസിക്കുന്ന അതേ അരൂപി, അതേ ആത്മാവ് നിങ്ങളിലേക്ക് എന്നിലേക്കും അഭിഷേകമായി ഇറങ്ങും. ആ ഇറങ്ങിക്കഴിയുമ്പോൾ മാത്രമേ ജീവനുള്ളവരായി മാറൂ ഞാനും നിങ്ങളുമൊക്കെ. ഈ വിളിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മളിങ്ങനെ പറയും, ദിവ്യ ബലി, ദിവ്യ കാരുണ്യം. ഈ ഇതുപോലുള്ള അനുദിന ജീവിതത്തിൻ്റെ ബലികൾ ദിവ്യമാക്കി മാറ്റണം. എന്നാലേ അർത്ഥമുള്ളൂ, ആഴമുള്ളൂ, ജീവനുള്ളൂ. ബലിയാവുന്നുണ്ട് ഞാനും നിങ്ങളൊക്കെ. ഒരു കുടുംബജീവിതത്തിൽ പകലന്തിയോളം അടുക്കളയിൽ അധ്വാനിക്കുന്ന അമ്മ ബലിയാകുക, ചോര നീരാക്കുക, രക്തം വെള്ളാക്കുക. പാടത്തും പറമ്പിലും ഫാക്ടറിയിലും ഇതുപോലുള്ള ആത്മീയ ശുശ്രൂഷ മേഖലയിലും വയർത്ത് പൊരിഞ്ഞ് പകലന്തിയോളം ദൈവത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, അന്നന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മക്കൾ ബലിയാകുക. പക്ഷെ ആ ബലി ദിവ്യ ബലിയാക്കി മാറ്റണം. യേശുവിൻ്റെ വലിയ ബലിയോട്, ദിവ്യ ബലിയോട് ചേർത്ത് വെച്ചിട്ട് വേണം എൻ്റെയും നമ്മുടെയൊക്കെ ബലി ദിവ്യമാക്കി മാറ്റാൻ. നമ്മളെല്ലാവരും ബലിയാകുന്നുണ്ട്, ആരും അത് ദിവ്യബലിയാക്കുന്നില്ല. ദിവ്യബലിയാക്കിയാൽ മാത്രമേ ദിവ്യകാരുണ്യമാകൂ. ഈശോ ബലിയായി കഴിഞ്ഞിട്ടാണ് കാരുണ്യമായി മാറിയത്, കരുണ ഒഴുക്കിയത്, ദിവ്യകാരുണ്യം. കാരുണ്യത്തിന് ഒരു പ്രത്യേകതയും കൂടി, ദിവ്യകാരുണ്യം. വെറും കാരുണ്യമല്ല, കാരുണ്യപ്രവൃത്തി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും ചെയ്യുന്ന പ്രവൃത്തി, കാരുണ്യപ്രവൃത്തി ദിവ്യകാരുണ്യമാക്കി മാറ്റിയാൽ മാത്രമേ ജീവൻ കൊടുക്കുന്നതാവുള്ളൂ. അതുകൊണ്ട് ദിവ്യകാരുണ്യ പ്രവൃത്തിയാക്കി മാറ്റണം നമ്മുടെ പ്രവൃത്തികൾ. എന്നാലേ നമ്മുടെ ബലികൾ യോഗ്യമാകും. അപ്പോൾ നമ്മുടെ വേദനകളും സഹനങ്ങളും എടുത്തു വെച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53:4, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളും അവൻ വഹിച്ച്, അവൻ ചുമന്ന്, അവൻ ജീവനുള്ളതാക്കി തരുന്നു. ബലി ദിവ്യബലിയാക്കി തരുന്നു, കാരുണ്യം ദിവ്യകാരുണ്യമാക്കി തരുന്നു. അതുകൊണ്ട് യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 29-ാം തിരുവചനം, തളർന്നവൻ അവിടെ നിന്ന് ബലവും ദുർബലന് ശക്തിയും തരുന്നു.
ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം തിരുവചനം, രോഗികളെ സുഖപ്പെടുത്താൻ മാത്രം കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. ഈ ശക്തി നിറയാനും ബലഹീനതകൾ ഏറ്റെടുക്കാനും നമ്മളും അവരൻ്റെ ബലഹീനതകൾ ഏറ്റെടുക്കാൻ അവരന് ശക്തി കൊടുക്കുന്നതായി മാറണമെങ്കിൽ ദിവ്യ ബലിയാക്കി മാറ്റണം ബലി ജീവിതം. വിവിധങ്ങളായ സഹനങ്ങളുണ്ട്, എണ്ണമില്ലാത്ത സഹനങ്ങളുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സഹനങ്ങളുണ്ട്. അതൊക്കെ ദിവ്യമാക്കി മാറ്റുമ്പോൾ ബലിയുടെ ആധ്യാത്മികതയിലേക്ക്, അപ്പത്തിൻ്റെ ചൈതന്യത്തിലേക്ക് ഞാനും നിങ്ങളും വരും. എന്നിട്ട് കാരുണ്യമായ അപരനിലേക്ക് എൻ്റെ കൈകളെ, കണ്ണുകളെ, കാതുകളെ, ജീവിതത്തെ ഇറക്കി വിടുമ്പോൾ അത് ദിവ്യ കാരുണ്യമായി മാറും. അത് അപ്പത്തിൻ്റെ ആധ്യാത്മികതയിലേക്കാണ് നമ്മളെ വിളിക്കണേ. ഈശോയെപ്പോലെ അപ്പമാകുന്നൊരു സ്നേഹം അപരന് മുൻപിൽ, വേദനിക്കുന്നതിന് മുൻപിൽ, വിശക്കുന്നവന് മുൻപിൽ, ദാഹിക്കുന്നതിന് മുൻപിൽ അപ്പമാകുന്നൊരു സ്നേഹം പങ്കിടാൻ ഓരോ ദിവ്യബലിയും നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള അഭിഷേകം നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.